ഇത് ഹെർമാനസ്, സൗത്ത് ആഫ്രിക്കയിലെ വെസ്റ്റേൺ കേപ്പ് പ്രോവിൻസിലെ മറ്റൊരു മനോഹരമായ കോസ്റ്റൽ ടൗൺ. സീനിക് ബ്യൂട്ടി മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത, ഇത് വെയിൽ വാച്ചിങ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ജൂലൈ ടു നവംബർ ആണ് വെയിൽ വാച്ചിങ് സീസൺ. ഇന്ന് ലഞ്ച് ഹെർമാനസിൽ നിന്നാണ്. അത് കഴിഞ്ഞ് കേപ്പ് ടൗണിലേക്ക് പോകുന്നു. 123 കിലോമീറ്റർ ഉണ്ട്. 2-2.5 മണിക്കൂർ എടുക്കുമായിരിക്കും. ലാ പെൻറ്റോല ഒരു സീ ഫ്രണ്ട് റെസ്റ്റോറൻ്റാണ്. ടൗണ് പോലെ തന്നെ ഒരു അമേസിങ് ലഞ്ചാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചത്. വിഭവങ്ങൾ വല്ലാതെ അധികമില്ലെങ്കിലും ഓരോ ഡിഷും വളരെ ടേസ്റ്റി ആയിരുന്നു. കഴിക്കുന്നതിനിടയിൽ മുഴുവൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി നേരെ കേപ്പ് ടൗണിലേക്ക്. സൗത്ത് ആഫ്രിക്കയിലെ ഓൾഡസ്റ്റ് സിറ്റിയാണ് കേപ്പ് ടൗൺ. അതുപോലെ ജോഹന്നസ്ബർഗിന് പുറകിൽ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി. നമ്മളിന്ന് ആദ്യം പോകുന്നത് കേപ്പ് ടൗണിൻ്റെ ലാൻഡ്മാർക്കായ ടേബിൾ മൗണ്ടനിലേക്കാണ്. കേപ്പ് ടൗണിൻ്റെ ഒരു ലാൻഡ്മാർക്കാണ് ടേബിൾ മൗണ്ടൻ നാഷണൽ പാർക്ക്. ഇതൊരു മൗണ്ടൻ ചെയിനാണ്. 1998 ഈ നേച്ചർ റിസർവ് ഈ രൂപത്തിൽ ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഈ ചെയിനിലെ ഒരെണ്ണമാണ് ഫ്ലാറ്റ് ടോപ്പുള്ള ടേബിൾ മൗണ്ടൻ. 1000 മീറ്റർ ഹൈറ്റുള്ള ഈ ടേബിൾ മൗണ്ടനിലേക്ക് നമ്മൾ കേബിൾ ലിഫ്റ്റ് വഴി പോവുകയാണ്. നമസ്തേ 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 നമസ്തേ. മൗണ്ടൻ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഓസം. ഫൈസൽ ഹിംസെൽഫ് ഈസ് വെരി എക്സൈറ്റഡ്. പീക്ക് കാണുന്നത് ലയൺസ് ഹെഡും ഫ്ലാറ്റായിരിക്കുന്ന ഭാഗം സിഗ്നൽ ഹില്ലുമാണ്. കേപ്പ് ടൗണിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ ടേബിൾ മൗണ്ടൻ കാണാനായിട്ട് സാധിക്കും. ഈ റോക്കുകൾ സാൻഡ്സ്റ്റോൺ നിർമ്മിതമാണ്. ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് ലഭിക്കുന്ന ഈ മജസ്റ്റിക് ഓഷ്യൻ വ്യൂ, അത് തന്നെയാണ് ഈ ടേബിൾ മൗണ്ടൻ്റെ അട്രാക്ഷൻ. കേപ്പ് ടൗണിൽ സദേൺ കേപ്പ് സൺ ഹോട്ടലിലാണ് ഇനി ഞങ്ങളുടെ 3 ദിവസത്തെ സ്റ്റേ.
റൂമെല്ലാം വളരെ കംഫർട്ടബിളാണ്. പുറത്തേക്ക് നോക്കിയാൽ കേപ്പ് ടൗണിൻ്റെ നൈറ്റ് വ്യൂ. ഡിന്നർ ഹോട്ടലിൽ നിന്ന് തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇന്ന് റോബൻ ഐലൻഡ് വിസിറ്റ്, പിന്നെ സിറ്റിയിൽ ഒരു കറക്കം, ഈവനിങ്ങിൽ സൺസെറ്റ് ക്രൂസ്. നെൽസൺ മണ്ടേല തൻ്റെ 27 വർഷത്തെ ജയിൽ ജീവിതത്തിൽ 18 വർഷവും ചെലവഴിച്ചത് റോബിൻ ഐലൻഡിലെ പ്രിസണിലാണ്. 1996 അടച്ചുപൂട്ടിയ പ്രിസൺ ഇന്ന് മ്യൂസിയമായാണ് ഫങ്ഷൻ ചെയ്യുന്നത്. 1652 ഡച്ച് സെറ്റിലേഴ്സ് ഈ ഐലൻഡിൽ വരുന്നത്. ഐലൻഡ് എത്തിക്കഴിഞ്ഞു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരുമ്പോൾ സീലും ആഫ്രിക്കൻ പെൻഗ്വിനും മാത്രമാണത്ര ഇവിടെ ഉണ്ടായിരുന്നത്. റോബൻ എന്നാൽ സീൽ എന്നാണ് ഡച്ചിൽ അർത്ഥം. അങ്ങനെയാണ് റോബൻ ഐലൻഡ് എന്ന പേര് വരുന്നത്. ഐലൻഡ് നമ്മെ ചുറ്റിക്കാണിക്കുന്നത് ഇവിടെ തന്നെയുള്ള ഒരു ബസ്സിലാണ്. ഒന്നിലധികം ജയിലുകൾ ഇതിനകത്തുണ്ടായിരുന്നു. അതുപോലെ പ്രിസണേഴ്സ് ജോലി ചെയ്തിരുന്ന ക്വാറി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഫോറിനർ പ്രിസണേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്തൊരു റോക്ക് പൈലും നമുക്കിവിടെ കാണാം. ഇദ്ദേഹം ഒരു ഫോർമർ പ്രിസണറായിരുന്നു. പല അനുഭവങ്ങളും നമ്മളോട് ഷെയർ ചെയ്യുകയുണ്ടായി. പാർത്തീഡിനെതിരെ സമരം ചെയ്ത ഒരു ബില്ലി നായരുടെ ID പ്രൂഫാണിത്. സെൽ നമ്പർ 5 ആയിരുന്നു നെൽസൺ മണ്ടേലയുടെ റൂം. ഇത് പ്രിസണേഴ്സിനെ ഉപയോഗിച്ച് 1841 പണി തീർത്ത ഗാരിസൺ ചർച്ചാണ്. അടുത്തു തന്നെ സെമിത്തേരിയുമുണ്ട്. ഇത് 18th സെഞ്ച്വറിയിൽ ജയിലിൽ കിടന്ന് അന്തരിച്ച സയ്യിദ് അബ്ദുറഹ്മാൻ മുത്രുവിൻ്റെ മെമ്മോറിയലായിട്ട് പണിതിട്ടുള്ള ഒരു മോസ്കാണ്. ഇനി തിരിച്ച് കേപ്പ് ടൗണിലേക്ക്. ഇനി സൺസെറ്റ് ക്രൂസാണ്. കേപ്പ് ടൗണിലെ വിക്ടോറിയ വേ ഫ്രണ്ടിൽ നിന്നും പുറപ്പെട്ട് ഏകദേശം 1 മണിക്കൂർ സമയം. ടേബിൾ മൗണ്ടൻ്റെ ബാക്ക്ഡ്രോപ്പിലുള്ള യാത്ര സൂപ്പർ. അല്പം ഷാമ്പെയിനും കൂടി ആയപ്പോൾ പറയുകയും വേണ്ട. സൂര്യൻ മുങ്ങാനുള്ള പുറപ്പാടിലാണ്. ദൂരെ ഒരു വെയിലിന്റെ നേൽ. പെട്ടെന്ന് തന്നെ താന്നു പോയത്, ശരിക്കും കാണാനൊത്തില്ല. ഇനി അല്പം വഴിയോര കാഴ്ചകൾ.
ലാസ്റ്റ് ഡേ ഇൻ കേപ്പ് ടൗൺ ആൻഡ് സൗത്ത് ആഫ്രിക്ക. ഇന്ന് കേപ്പ് പെനൻസുലാർ ടൂറാണ്. ദൂരെ കാണുന്നത് കേപ്പ് ടൗൺ സ്പോർട്സ് സ്റ്റേഡിയമാണ്. വക്ക വക്ക ഗാനം ഹിറ്റാക്കിയ സ്റ്റേഡിയമാണിത്. കേപ്പ് ടൗണിലെ എക്സ്പെൻസീവ് പോഷ് ഏരിയകളിൽ ഒന്നാണത്രേ ഇത്. കേപ്പ് ടൗണിലെ സുന്ദര മനോഹരമായ പല സ്ഥലങ്ങളും നമുക്ക് ഇന്ന് കാണാം. ആദ്യം വിസിറ്റ് ടു സീൽ ഐലൻഡ്, പിന്നെ വിസിറ്റ് ടു പെൻഗ്വിൻ കോളനി. ലഞ്ചിന് ശേഷം ഏറ്റവും കാത്തിരിക്കുന്ന കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ബാക്ക്ഡ്രോപ്പിൽ കാണുന്നത് ടേബിൾ മൗണ്ടൻ ചെയിനാണ്. ഓസം സീനിക് ബ്യൂട്ടി. ഇനി അടുത്തത് ഹൗട്ട് ബേയിൽ നിന്നും സീൽ ഐലൻഡ് ക്രൂസ്. ബോട്ടിൽ ഏകദേശം 20 മിനിറ്റ് നേരത്തെ യാത്രയുണ്ട്. സീൽ ഐലൻഡ് വെജിറ്റേഷനോ സോയിലോ ഇല്ലാത്ത ഒരു ഗ്രാനൈറ്റ് റോക്കാണ്. ഏകദേശം 5 ഏക്കർ ഏരിയ വരുമെന്നാണ് പറയുന്നത്. ഏതാനും സീലുകളെ ഇവിടുന്ന് തന്നെ നമുക്ക് കാണാം. സീലുകളെ കാണുന്നതിനേക്കാളേറെ ബോട്ടിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന സീനിക് ബ്യൂട്ടി അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇതാണ് സീൽ ഐലൻഡ്. കണ്ടോളൂ, വെജിറ്റേഷനോ സോയിലോ ഒന്നുമില്ലാത്ത ഗ്രാനൈറ്റ് റോക്കാണ് ഈ സീലിൻ്റെ വാസസ്ഥാനം എന്ന് പറയുന്നത്. ചില സീസണുകളിൽ വൈറ്റ് ഷാർക്ക് ഇവിടെ വന്ന് ഈ സീലുകളെ ആക്രമിക്കുകയും ഭക്ഷണമാക്കുകയും ചെയ്യാറുണ്ട് അത്രേ. അത് കാണുന്നതിന് വേണ്ടി ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ടെന്നാണ് പറയുന്നത്. വഴിയിൽ ജോലിക്ക് കാത്തു നിൽക്കുകയാണിവർ. കയ്യിൽ തങ്ങളുടെ സ്കില്ല് റെഫർ ചെയ്യുന്ന പേപ്പേഴ്സ് കൂടെ കാണും. അതുപോലെ മറ്റൊരു കാഴ്ച കൂടി ഞങ്ങൾ കണ്ടു. നോ ജോബ്, എനി ഹെൽപ്പ് അപ്രീഷിയേറ്റഡ്. ഇത് ഹൗട്ട് ബേ ടോക്കായി ഫോറസ്റ്റ് റിസർവ് ഏരിയ, ടേബിൾ മൗണ്ടൻ നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. കടലും മലയും ചേർന്ന ഈ പ്രകൃതി ശരിക്കും നമ്മളെ മോഹിപ്പിക്കുകയാണ്. ഇവിടെ എത്ര നേരം ഇരുന്നാലും നമുക്ക് മടുക്കില്ല.
ഇനി സൈമൺസ് ടൗണിൽ നിന്നും ലഞ്ച്, അതിനുശേഷമാണ് പെൻഗ്വിൻ കോളനി. ഇവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം 100 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. ഒരു പുരാതന നഗരത്തിൻ്റെ എല്ലാ ലക്ഷണവുമുണ്ട്. 200 വർഷം മുൻപ് ബ്രിട്ടീഷ് കോളനി ആയിരുന്ന സമയത്താണ് ഇവിടെ നേവൽ ബേസ് തുടങ്ങുന്നത്. ഇന്ന് സൗത്ത് ആഫ്രിക്കയുടെ നേവൽ ബേസും ഇവിടെ തന്നെയാണ്. നാം വിചാരിക്കും സ്ട്രീറ്റ് ഷോപ്പിംഗ് വളരെ ചീപ്പാണെന്ന്. പക്ഷേ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് ടൂറിസ്റ്റ് സ്പോട്ടുകളിലെ സ്ട്രീറ്റ് ഷോപ്പിംഗ്. ഇനി പെൻഗ്വിൻ കോളനിയിലേക്ക്. എൻഡേഞ്ചേർഡ് സ്പീഷീസായ ആഫ്രിക്കൻ പെൻഗ്വിൻസിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ട് 1983 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ബോൾഡേഴ്സ് പെൻഗ്വിൻ കോളനി. ബോൾഡേഴ്സ് ബീച്ചിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1956 1,50,000 ആഫ്രിക്കൻ പെൻഗ്വിൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2009 വന്നപ്പോഴേക്കും വെറും 26,000 കുറഞ്ഞുവെന്നാണ് പറയുന്നത്. ഒരു പെയർ ഓഫ് പെൻഗ്വിനെ വെച്ചാണ് അത്രേ ഈ കൺസർവേഷൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് 3,000-ഓളം പെൻഗ്വിനുകൾ ഇവിടെ ഉണ്ട്. ഒരു പെൻഗ്വിൻ നല്ല വെയിലത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഐസി ഹാബിറ്റാറ്റിൽ ജീവിക്കുന്ന മറ്റ് പെൻഗ്വിനുകളേക്കാൾ ചെറുതാണ് ആഫ്രിക്കൻ പെൻഗ്വിനുകൾ. ടേബിൾ മൗണ്ടൻ നാഷണൽ പാർക്കിന് കീഴിലാണ് ഈ കൺസർവേഷൻ സെൻറ്റർ വരുന്നത്. നോക്കിക്കോളൂ, കേപ്പ് പെനിൻസുലയുടെ അറ്റത്തുള്ള 2 മുനമ്പങ്ങൾ അല്ലെങ്കിൽ കേപ്സ് ആണ് കേപ്പ് പോയിന്റ് ആൻഡ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. 2 കേപ്പും തമ്മിൽ 2.3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ നമ്മുടെ ലാസ്റ്റ് വിസിറ്റ്സ് ഈ 2 പോയിന്റിലേക്കാണ്. നാം ആദ്യം പോകുന്നത് കേപ്പ് പോയിന്റിലേക്കാണ്. ബർത്തലോമോ ഡയസ് തന്നെയാണ് ഈ 2 കേപ്പിലും ആദ്യം വന്നിറങ്ങുന്നത് 1488. പോർച്ചുഗലിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കപ്പൽ യാത്രാ മധ്യേ. കേപ്പ് പോയിന്റിലേക്ക് പോകുന്നത് ഫ്യൂനിക്കുലാർ എന്ന് വിളിക്കുന്ന കേബിൾ കാർ വഴിയാണ്. കേപ്പ് പോയിന്റിൽ 2 ലൈറ്റ് ഹൗസുകളുണ്ട്. ടേബിൾ മൗണ്ടൻ നാഷണൽ പാർക്കിന് കീഴിലാണ് ഈ സെൻറ്ററും വരുന്നത്. നമ്മൾ മേലോട്ടേക്ക് പോവുകയാണ്. അതിലിടയ്ക്ക് കാണുന്ന ഈ സ്റ്റണ്ണിങ് ഓഷ്യൻ വ്യൂ അതിമനോഹരം. ലാണ് ഏറ്റവും മുകളിലുള്ള ആദ്യത്തെ ലൈറ്റ് ഹൗസ് പണിയുന്നത്. 1911 ഒരു കപ്പൽ അപകടത്തെ തുടർന്നാണ് ഈ കാണുന്ന ചെറിയ ലൈറ്റ് ഹൗസ് പണിയുന്നത്. ഇതാണ് പഴയ ലൈറ്റ് ഹൗസ്.
മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ കാണുന്ന വാസ്റ്റ്നെസ് ഓഫ് ഓഷൻ ശരിക്കും നമ്മെ ഇമോഷണൽ ആക്കും. ഫൈനലി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എത്തി. ദൂരെ ബർത്തലോമോ ഡയസിൻ്റെ കപ്പലെങ്ങാനും വരുന്നുണ്ടോ എന്നൊരു സംശയം. തികച്ചും നൂറ്റാണ്ടുകൾ പുറകോട്ട് പോയൊരു പ്രതീതി. ഡയസ് ഇതിനെ കേപ്പ് ഓഫ് സ്റ്റോംസ് എന്നാണ് വിളിച്ചത്. പക്ഷേ പുതിയൊരു സീ റൂട്ട് ലഭിച്ചതിൻ്റെ സന്തോഷത്താൽ പോർച്ചുഗീസ് രാജാവാണത്രേ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന പേരിട്ടത്. സൗത്ത് ആഫ്രിക്കയിലെ ഞങ്ങളുടെ അവസാനത്തെ അത്താഴം ഞാൻ മിസ് ചെയ്യുന്നില്ല. സൗത്ത് ആഫ്രിക്കയുടെ ഏകദേശം സെൻറ്ററിലുള്ള ജോഹന്നസ്ബർഗിൽ വന്നിറങ്ങി. അവിടെ നിന്ന് നോർത്ത് ഹെയ്സി വ്യൂ ക്രൂഗർ പാർക്ക് കറങ്ങി. അവിടെ നിന്നും സൗത്ത് എൻഡിലുള്ള മനോഹരമായ ജോർജ്, മൊസൽബേ, ഹെർമാനസ്, കേപ്പ് ടൗൺ കണ്ട് 10 ദിവസത്തിന് ശേഷം തിരിച്ചു പോവുകയാണ്. വെരി വെൽ ഓർഗനൈസ്ഡ് ട്രിപ്പായിരുന്നു ഇത്, സംശയമില്ല. ഓരോരുത്തരും ഈ ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇത് നല്ലൊരു ടൂറായിരുന്നു. സോമൻസിനൂടെ ഇപ്പോൾ പല ടൂർ പോയാലും നല്ലൊരു ടൂർ ഇതായിരുന്നു. ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു, ആസ്വദിച്ചു, തിരിച്ചു പോകും. And the last day when it came, all thought they were missing each other. ഈ സൗത്ത് ആഫ്രിക്ക ട്രിപ്പ് ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മളെല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ടൂറിൽ ഞങ്ങൾ ഓൺ ദ ഹോൾ ഞങ്ങൾ കംപ്ലീറ്റ് എൻജോയ് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് കേപ്പ് ടൗൺ കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി. പിന്നെ ക്രൂഗറും ഇഷ്ടപ്പെട്ടു. ആയ ആഫ്രിക്കൻ സഫാരിയും കൂടെ ബീച്ച് ലൈഫും എല്ലാം വളരെ ചേർന്നിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രിപ്പ് അവസാനിച്ചു. പൊതുവെ സൗത്ത് ആഫ്രിക്കൻ യാത്ര വളരെ മനോഹരമായിരുന്നു. പല സ്ഥലങ്ങളും നല്ല നമുക്ക് കണ്ണിന് ഇമ്പവും. സൂപ്പർ ട്രിപ്പായിരുന്നു. 10 days we enjoyed a lot. ടൂർ മാനേജർ സരിതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. അതുപോലെ നമ്മുടെ ലോക്കൽ ടൂർ ഗൈഡായിട്ട് വന്ന ഫൈസൽ, പുള്ളിയും വളരെ സിൻസിയറായിരുന്നു. എല്ലാം കൊണ്ട് നല്ലൊരു ട്രിപ്പായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. ഇൻവോൾവ് ആയിരുന്നു. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് അതിൽ പങ്കെടുക്കുകയും ചെയ്തു. ഞങ്ങളുടെ ടൂർ മാനേജറുടെ കാര്യം പ്രത്യേകം പറയേണ്ടതാണ്. വളരെ ആക്റ്റീവായിട്ട് കൂടെ പാടുകയും എപ്പിസോഡ് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു all again sometime somewhere. South Africa was a wonderful place to visit and we had a really good. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഹോട്ടൽ കേപ്പ് സണ്ണിനോട് ബൈ ബൈ. ഇനി കേപ്പ് ടൗൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. അവിടെ നിന്ന് ഓരോരുത്തരും അവരവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് പറക്കുന്നു. We had a really good trip with you guys, and this is the first time I worked with Solomons, and you guys were so easy. You were always on time. There was never any complaints. Even though sometimes the things didn't work out, you were always happy people, and that makes my job so much easier. Thank you. സൗത്ത് ആഫ്രിക്കയെ തൊട്ടറിയാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഗാന്ധിജി എന്ന വ്യക്തിത്വം അനുകരിക്കാനാവാത്ത വിധം മഹത്തരമാണെന്ന് മനസ്സിലാക്കാൻ കൂടി ഈ ട്രിപ്പ് ഞങ്ങൾക്ക് ഉപകരിച്ചു. താങ്ക് യു സരിത, താങ്ക് യു ഫൈസൽ, ആൻഡ് താങ്ക് യു സോ മച്ച്, ആൻഡ് താങ്ക് യു ഓൾ.